لكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. بسم الله الرحمن الرحيم. ولقد بعثنا في كل أمة رسولا أن اعبدوا الله واجتنبوا الطاغوت. وما المرء إلا راكب ظهر أمره على سفر يفنيه باليوم والشهر يبيت ويضحي كل يوم وليلة بعيدا عن الدنيا قريبا إلى القبر. ബഹുമാന്യരായ സംഘടനാ നേതാക്കളെ, ഈ യോഗത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, മംഗലാട് ഇസ്ലാഹി സെന്ററിൻ്റെ ഉദ്ഘാടനവുമായി അനുബന്ധിച്ച് നടക്കുന്ന ഈ ഒരു പൊതുസമ്മേളനത്തിൻ്റെ സദസ്സിലേക്ക് എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശ്രോതാക്കൾ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മംഗലാട് പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ അതിമഹത്തരമായ സഹായത്താൽ അള്ളാഹുവിൻ്റെ ദീനിന്റെ പ്രബോധനത്തിന് ഊർജമേകിക്കൊണ്ട് ആ രംഗത്ത് സജീവമാകാനുള്ള ഒരവസരമായിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഇസ്ലാഹി സെന്റർ ഇവിടെ ആരംഭിക്കാൻ സാധിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതൊരു പ്രവർത്തനങ്ങളും കേരളത്തിന്റെ ഏതൊരു മുക്കുമൂലകളിൽ നടക്കുമ്പോഴും അതിന് വ്യക്തമായ ഒരു ഉദ്ദേശവും വ്യക്തമായ ചില താല്പര്യങ്ങളുമുണ്ട്. കേരളീയ സമൂഹത്തിനിടയിൽ ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിന്റെ എല്ലാ മേഖലകളിലും മുസ്ലിം സമൂഹത്തിന്റെ എല്ലാവിധ പ്രശ്നങ്ങളിലും സാമൂഹികമായ ഇടപെടലുകളിലും അതേപോലെ തന്നെ മുസ്ലിം സമൂഹത്തിന്റെ ഏതൊരു നിലക്കുള്ള പുരോഗതിക്കും മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നൂറ്റാണ്ട് കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു വാർഷികം എന്നോണമായിരുന്നു നമ്മുടെ 2012 കൊല്ലത്ത് നമ്മുടെ കോഴിക്കോട് രാമനാട്ടുകരയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന ടൈറ്റിലിൽ ഒരു സമ്മേളനം സംഘടിപ്പിച്ചുള്ളത്. ഒരു നൂറ്റാണ്ട് കാലത്ത് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഈ ആദർശ സംഘടന കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാക്കിയ നവോത്ഥാന ചിന്തകളും നവോത്ഥാന പ്രവർത്തനങ്ങളും പരിവർത്തനങ്ങളും അത് ചർച്ച ചെയ്യപ്പെടുന്നതായിരുന്നു കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ സംഘടിപ്പിച്ച അതിന്റെ 8ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം എന്നുള്ളത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ ഈ പ്രവർത്തനങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതൊരു പ്രവർത്തനങ്ങളിലും ഏതൊരു മുന്നേറ്റങ്ങളിലും ഈ പ്രസ്ഥാനം സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച ഒരു മഹിതമായ സന്ദേശമുണ്ടായിരുന്നു. ലോകത്ത് കഴിഞ്ഞു പോയ സർവ്വ പ്രവാചകന്മാരും ലോകത്തോട് പഠിപ്പിച്ച
അള്ളാഹുവിന്റെ ദീനിന്റെ തൗഹീദ് അത് സമൂഹത്തിലേക്ക് മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ള ഉന്നതമായ ദൗത്യമായിരുന്നു കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ അതിന്റെ ഒരു നൂറ്റാണ്ട് കാലമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മംഗലാടിലെ ഈ ഒരു സെൽഫി സെന്റർ ഉദ്ഘാടനവും ഈ ഒരു പൊതുസമ്മേളനവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളതും ആ ഒരു ദൗത്യം കേരളത്തിന്റെ ഈ ഒരു നാട്ടിലെ ഈ ഒരു മുക്കിലെ ജനസമൂഹത്തിന്റെ മനസ്സുകളിൽ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഈ ഒരു സമ്മേളനത്തിലൂടെ ഈ പ്രസ്ഥാനം ലക്ഷ്യമാക്കുന്നത്. പലപ്പോഴും നമ്മൾക്കൊരു സംശയമുണ്ടാകും, എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിൽ ഏതൊരു സമയത്തും ഏതൊരു കാലത്തും തൗഹീദ് പ്രബോധനം ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ഒരു പക്ഷേ ചില ആളുകളെങ്കിലും ചോദിച്ചിരിക്കും. എന്തിനാണ് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, മുസ്ലിം സമൂഹം ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും കെടുതികളും അനുഭവിക്കുമ്പോൾ എന്തിനാണ് കേരളത്തിന്റെ ഈ ഒരു കോണുകളിൽ എപ്പോഴും തൗഹീദ് എന്നുള്ള ഒരു സന്ദേശവുമായി പ്രസ്ഥാനം നടക്കുന്നത് എന്ന് ചില ആളുകളെങ്കിലും ചില സന്ദർഭത്തിൽ ചോദിച്ചിട്ടുണ്ടാകും. അങ്ങനെ ചില ആളുകളെങ്കിലും സംസാരിച്ചിട്ടുണ്ടാകും. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്ത ഈ തൗഹീദ് എന്നുള്ള ആ മഹിതമായ സന്ദേശം അത് ലോകത്ത് കഴിഞ്ഞുപോയ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മുഴുവനും ഈ ലോകത്തോട് പഠിപ്പിച്ച ആദർശമായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നുഹീ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ലോകത്ത് അള്ളാഹു സർവ്വ പ്രവാചകന്മാരെയും അള്ളാഹു അയച്ചതിന്റെ ദൗത്യം എന്നുള്ളത്, അവർക്ക് മുഴുവനും ദിവ്യബോധനം നൽകിയ സന്ദേശം എന്നുള്ളത് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. അള്ളാഹു അല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനില്ല, അവന് മാത്രമേ യഥാർത്ഥമായ ആരാധനകൾ വഴിവെച്ചു കൊടുക്കാവൂ എന്നുള്ള സന്ദേശം ലോക സമൂഹത്തെ പഠിപ്പിക്കുവാനായിരുന്നു ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വ പ്രവാചകന്മാരും ഈ ഭൂലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, തൗഹീദ് പറയുന്നു എന്നതിന്റെ ഒന്നാമത്തെ ഉത്തരം ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വ പ്രവാചകന്മാരും ഈ ലോകത്ത് നിർവഹിച്ച ദൗത്യം എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള സന്ദേശം സമൂഹത്തെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. എന്തുകൊണ്ട് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ഈ സന്ദേശം പഠിപ്പിച്ചു എന്നതിന്റെ യഥാർത്ഥമായ ഉത്തരം ഏതൊരു സമൂഹത്തിന്റെയും പരിവർത്തനവും ഏതൊരു സമൂഹത്തിന്റെയും മാറ്റവും ഏതൊരു സമൂഹത്തിന്റെയും യഥാർത്ഥ രീതിയിലുള്ള ആ സമൂഹത്തിന്റെ ഗമനവും ഈ ഒരു ആദർശം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് അല്ലാഹുവിന്റെ കലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ മിർ റസൂൽ അൻ അബ്ദുല്ലാഹ വജ്തനിബുത് താഊത്. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമൂഹങ്ങളിലേക്കും നാം അയച്ചിട്ടുണ്ട് റസൂലൻ, ഒരു പ്രവാചകനെ നാം അയച്ചിട്ടുണ്ട്. അൻ അബ്ദുല്ലാഹ്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവന് മാത്രമേ ആരാധന വഴിവെച്ചു കൊടുക്കാവൂ എന്നുള്ള തൗഹീദിന്റെ സന്ദേശം പറയാനാണ് ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വ പ്രവാചകന്മാരും കടന്നു വന്നിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ദുർമൂർത്തികൾ മൊത്തം വെടിയണം, അല്ലാഹു അല്ലാത്ത ഒന്നിനെയും നിങ്ങൾ ആരാധിക്കരുത്. നിങ്ങളുടെ പാരത്രിക ലോകത്തുള്ള മോക്ഷം എന്നുള്ളത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തൗഹീദ് അംഗീകരിക്കുന്നതിലൂടെ മാത്രമാണ്, അവനെ നിങ്ങൾ അംഗീകരിക്കുന്നതിലൂടെ മാത്രമാണ്, അവനുള്ള ആരാധനകൾ മുഴുവനും അവന് വകവെച്ചു കൊടുക്കുന്നതിലൂടെ മാത്രമാണ് ഏതൊരു സമൂഹത്തിന്റെയും മാറ്റമെന്ന് അള്ളാഹുവിന്റെ കലാം പഠിപ്പിക്കുകയാണ്. മാത്രമല്ലല്ലോ പുന്നാര നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം, ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും അവന്റെ നാവിൽ നിന്ന് മൊഴിയേണ്ട വാചകം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖാലിസൻ ഫീ ഖൽബിഹി ദഖലൽ ജന്ന എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. ആരെങ്കിലും അവന്റെ മനസ്സറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, അവന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുവന്നാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ്. ഒരു മനുഷ്യൻ യഥാർത്ഥമായ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചു കഴിഞ്ഞാൽ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് നമ്മുടെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്.
എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്? ഒരു മനുഷ്യൻ യഥാർത്ഥമായ രൂപത്തിൽ അവൻ ഉൾക്കൊള്ളേണ്ടത് ആ തൗഹീദാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറഞ്ഞത്, അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖാലിസൻ മിൻ ഖൽബിഹി. നാളെ പാരത്രിക ലോകത്ത് കോടാനുകോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന മഹ്ശറാ മൻസബയിൽ അല്ലാഹുവിന്റെ ഹബീബ് ഒരു വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നതാണ്. മുസ്ലിം സമൂഹത്തിന് അല്ലാഹുവിന്റെ ഹബീബ് ശഫാഅത്ത് നൽകുമ്പോ ആ ശഫാഅത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാർ ആരെന്നറിയുമോ? റസൂലുള്ളാഹി പറഞ്ഞ വാചകം, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്, ഖാലിസൻ മിൻ ഖൽബിഹി, അവന്റെ മനസ്സിലെത്തി ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്, കേവലം നാവ് കൊണ്ട് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ, കേവലം അവന്റെ നാവ് കൊണ്ട് മൊഴിഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ, മറിച്ച് റസൂലുള്ളാഹി ഈ വചനം പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ പറഞ്ഞത് ഖാലിസൻ മിൻ ഖൽബിഹി, മനസ്സറിഞ്ഞുകൊണ്ട് ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്, അല്ലാഹു അല്ലാതെ ഒരു ആരാധനയില്ല എന്ന് അവന്റെ നാവ് കൊണ്ട് മാത്രമുള്ള പ്രഖ്യാപനമല്ലാതെ, മറിച്ച് അവന്റെ മനസ്സറിഞ്ഞ് എന്റെ റബ്ബല്ലാത്ത ഒരു ആരാധനയും എനിക്കില്ല, അവനല്ലാത്ത ഒരു അവലംബവും എനിക്കില്ല, എന്റെ എന്ത് പ്രയാസങ്ങളിലും എന്ത് ദുരിതങ്ങളിലും എന്റെ നാഥനല്ലാത്ത മറ്റൊരു അവലംബവും എന്റെ മുമ്പിലില്ല എന്നുള്ള യഥാർത്ഥമായ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊരു മുഅ്മിനാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവന്റെ മനസ്സറിഞ്ഞ് പറയുന്നത്, അവനാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് നാളെ മഹ്ശറാ ലോകത്ത് ലഭിക്കുകയുള്ളൂ എന്ന് പുന്നാര നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ, റസൂലുള്ളാഹിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഒരു മനുഷ്യൻ മരണാസന്നമായി കിടക്കുന്ന സന്ദർഭത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട് ആ മരണവെപ്രാളത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നിട്ട് നിങ്ങൾ അവന് പറഞ്ഞു കൊടുക്കേണ്ട വാചകം എന്നുള്ളത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള സന്ദേശമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവന് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. കാരണം അവൻ മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയാണ്. അവന്റെ മരണത്തിന്റെ അവസ്ഥയിൽ അവന്റെ നാവിൽ നിന്ന് അവൻ അവസാനമായി മൊഴിയേണ്ട വാചകം, മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും മരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ അവസാന വാക്കായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുവോ, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഒരുപാട് വാചകങ്ങൾ സംസാരിക്കുന്നവരാണ് നമ്മൾ മുഅ്മിനുകളെ, ഒരുപാട് നന്മകൾ പറഞ്ഞവരാണ്. പക്ഷേ നാളെ മരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മുഅ്മിനിന്റെ നാവിൽ നിന്ന് അവസാനമായി അവൻ മൊഴിയേണ്ട വാചകം അതൊരു നന്മയുടെ വാചകവുമല്ല, അതൊരു സതുപദേശങ്ങളുമല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള സന്ദേശമാണ് മൊഴിയേണ്ടത്. ആ സന്ദേശം മൊഴിയാൻ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സറിഞ്ഞ് ഉൾക്കൊണ്ടവനല്ലാതെ ഒരാൾക്കും തന്നെ അതിന് സാധിക്കുകയില്ല എന്ന് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും വിശുദ്ധ ഖുർആൻ പറയുന്ന വാചകം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹമ്മദേ, നീ പഠിക്കണം, നീ മനസ്സിലാക്കണം, നീ അറിയേണ്ട ഒരു വചനമുണ്ട് മുഹമ്മദേ. ആ വചനമാണ് നീ പഠിക്കേണ്ടത്. ആ വചനം എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, റബ്ബല്ലാത്ത ഒരു ആരാധനമില്ല. ആ സന്ദേശമാണ് മുഹമ്മദേ നീ പഠിക്കേണ്ടത്. ആ സന്ദേശമാണ് നീ പ്രബോധനം ചെയ്യേണ്ടത് എന്ന് നമ്മുടെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹുവിന്റെ ഉപദേശമുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ ജീവിതത്തിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ എത്ര പ്രാധാന്യമാണ് നൽകിയത്? ഞാനും നിങ്ങളും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് പ്രാധാന്യമാണ് നൽകിയത്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, ഞാൻ റബ്ബിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ഞാൻ എന്താണ് പഠിച്ചത്? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെ ഒരു ജീവിതത്തിൽ ഒരുപാട് സന്ദർഭത്തിൽ എന്റെ ഓരോ ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് വട്ടം ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവനാണ്. പക്ഷേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഓരോ മുഅ്മിനിന്റെയും മനസ്സിലുള്ള ചോദ്യമാണത്. ആ ചോദ്യത്തിന് യഥാർത്ഥമായ മറുപടി നമ്മുടെ മനസ്സ് നൽകേണ്ടതുണ്ട്. കാരണം ഞാൻ പറഞ്ഞുവല്ലോ, ലോകത്ത് കഴിഞ്ഞു പോയ സർവ്വ പ്രവാചകന്മാരും ഈ സന്ദേശമാണ് ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചത്.
ഈ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞ സന്ദേശം അതാണ്. ഈ ലോകത്ത് കഴിഞ്ഞു പോയ സർവ്വ സ്വഹാബിമാരും സർവ്വ സ്വാലിഹീങ്ങളും സർവ്വ പ്രബോധകന്മാരും ഈ ലോകത്തോട് പറഞ്ഞ വാചകം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള സന്ദേശം ഉൾക്കൊള്ളണം എന്നുള്ള കാര്യമാണ് ലോകത്തിന്റെ മുമ്പിൽ സർവ്വ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് എന്ന് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമാണ് ഏതൊരു മുസ്ലിമിനും ആത്യന്തികമായ ലക്ഷ്യമുണ്ടാകുകയുള്ളൂ. അതിലൂടെ മാത്രമാണ് നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ടാകുകയുള്ളൂ. മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ കലാം പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിഅ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ആ മരണമാകുന്ന അവസ്ഥ വരും. ആ മരണമാകുന്ന അവസ്ഥ വന്നെത്തി കഴിഞ്ഞാൽ ആരാണോ സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ആരാണോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത്, അവനാണ് യഥാർത്ഥമായ വിജയം കൈവരിച്ചവൻ, അവനാണ് യഥാർത്ഥമായ വിജയി. ആ വിജയം ഉൾക്കൊള്ളാനാണ് അല്ലാഹുവിന്റെ കലാം പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നുള്ള സന്ദേശമാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അത് മനസ്സിലാക്കേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു മുഅ്മിനിനും ഒരു നിരാശയും വേണ്ടതില്ല. ഒരു മുഅ്മിനിനും ഒരു നിരാശയും ഉണ്ടാകുകയുമില്ല. ഒരു മുഅ്മിനിനും യാതൊരു പ്രയാസങ്ങളും അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുകയില്ല. കാരണം അവന്റെ പ്രാർത്ഥനകൾ മുഴുവനും അവന്റെ നാഥനോടാണ്, അവന്റെ നേർച്ചകൾ മുഴുവനും അവന്റെ നാഥനോടാണ്, അവന്റെ വഴിപാടുകൾ മുഴുവനും അവന്റെ നാഥനിലേക്കാണ്, അവന്റെ സത്യം ചെയ്യൽ മുഴുവനും അവന്റെ നാഥനെ കൊണ്ടാണ്. ആ യഥാർത്ഥമായ തൗഹീദ് ഉൾക്കൊണ്ട ഒരു മുഅ്മിനിനല്ലാതെ അതിന് സാധ്യമാകുകയില്ല എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബിമാർ ഈ തൗഹീദിന് അത്രത്തോളം പ്രാധാന്യം നൽകിയത്. മഹാന്മാരായ സ്വാലിഹീങ്ങൾ അത്രത്തോളം പ്രാധാന്യം അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇതിന് നൽകിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ സ്വഹാബാക്കളെ മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഒന്നാമത്തെ പ്രബോധനം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരംഭിക്കുന്ന ഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിന്റെ കുന്നിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കയറി ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടുകാരെ മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് വിളിക്കുകയാണ്. യാ സബാഹാ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയും അല്ലാഹുവിന്റെ ഹബീബ് അഭിസംബോധനം ചെയ്യുന്ന സന്ദർഭത്തിൽ ആ നാട്ടുകാർ മുഴുവനും റസൂലുള്ളാഹിയുടെ സ്വരം കാതോർക്കാനായിട്ട് റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് ഓടി വരികയാണ്. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് ഓടി വരികയാണ്. കാരണം റസൂൽ അവർക്കൽ അമീനാണ്. റസൂൽ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. റസൂൽ ഒരാളെയും ഇതുവരെ വഞ്ചിച്ചിട്ടില്ല. റസൂൽ ഒരിക്കലും വേണ്ടാത്തൊരു വർത്തമാനം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദാണോ വിളിക്കുന്നത്, മുഹമ്മദാണോ ക്ഷണിക്കുന്നത് എങ്കിൽ മുഹമ്മദിന്റെ സന്ദേശം കേൾക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ നാട്ടിലെ ഖുറൈശികളായ മുഴുവൻ ആളുകളും അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് ഓടി ചെന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഒന്നാമതായി റസൂലുള്ളാഹി ചോദിച്ച ഒരു ചോദ്യം, ഈ മലയുടെ പിൻവശത്ത് നിന്ന് ഒരു വലിയ സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ ജനങ്ങളെ? നിങ്ങളത് വിശ്വസിക്കുമോ ജനങ്ങളെ? നിങ്ങൾ ആക്രമിക്കാൻ ഈ പർവ്വതത്തിന്റെ പിന്നിൽ നിന്ന് ഒരു വലിയ ശത്രു സൈന്യം നിങ്ങൾക്ക് നേരെ സന്നിഹിതരായി വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? നിങ്ങളത് അംഗീകരിക്കുമോ എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് ആ ഖുറൈശി സമൂഹം ഒന്നടങ്കം മറുപടി പറഞ്ഞു, നഅം യാ മുഹമ്മദ്, മുഹമ്മദേ നീയാണോ പറയുന്നത് എങ്കിൽ ഞങ്ങൾ അത് അംഗീകരിക്കും മുഹമ്മദേ. കാരണം നീ ഇതുവരെ ഞങ്ങളോടൊരു കള്ളം പറഞ്ഞിട്ടില്ല, നീ ഇതുവരെ ഞങ്ങളെ വഞ്ചിച്ചിട്ടില്ല, നീ ഇതുവരെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദാണോ പറയുന്നത് എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് മറുപടി നൽകുമ്പോ റസൂലുള്ളാഹി അവരോട് പറയുന്ന വാചകം, ഇന്നീ നദീറുൻ അലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള താക്കീതുകാരനാണ്. അല്ലാഹ് പറഞ്ഞയച്ച പ്രവാചകനാണ് ഞാൻ റബ്ബിന്റെ പ്രവാചകനാണ്. റബ്ബ് പറഞ്ഞയച്ച ദൗത്യം എനിക്കുണ്ട്. ആ ദൗത്യം എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരു ആരാധനം നിങ്ങൾക്കില്ല എന്നുള്ള സന്ദേശമാണത്.
റസൂലുള്ള തന്റെ ഒന്നാമത്തെ പ്രബോധനം ആരംഭിക്കുന്നത് അവിടെയാണ്. തന്റെ പരസ്യ പ്രബോധനം ഒന്നാമതായി ആരംഭിച്ചപ്പോ റസൂലുള്ള ഈ വചനം പറഞ്ഞ ഉടനെ തന്നെ ആ റസൂലുള്ളയോട് ആ സമൂഹം ഒന്നടങ്കം ചോദിച്ചു, യാ മുഹമ്മദ് അലിഹാദാ ജമാഅതനാ, ഈ തോന്നിവാസം പറയാനാണോ മുഹമ്മദേ നീ ഞങ്ങളെ വിളിച്ചത്? അതുവരെ അൽ-അമീൻ എന്ന് വിശേഷിപ്പിച്ച, അതുവരെ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ, അതുവരെ സത്യസന്ധനാണെന്ന് അവർ ഒന്നടങ്കം അംഗീകരിച്ച ഹബീബിനെ ആ ഒരു സന്ദേശം പറയുമ്പോഴത്തേക്ക് ആ നാട്ടുകാർ മുഴുവനും ചോദിച്ചു, മുഹമ്മദേ അലിഹാദാ ജമാഅതനാ, ഈ ഒരു തോന്നിവാസം പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചത്? അബൂജഹൽ എഴുന്നേറ്റ് നിന്ന് കണ്ടു പറഞ്ഞു, റസൂൽ മുഹമ്മദേ മുഹമ്മദേ നിനക്ക് നാശമാണ് മുഹമ്മദേ, നീ പറഞ്ഞത് തോന്നിവാസമാണ് മുഹമ്മദേ. ഞങ്ങൾക്കൊരു ആരാധനമില്ലെന്നാണോ? റബ്ബിനോട് മാത്രം നീ പ്രാർത്ഥിക്കണമെന്നാണോ പറയുന്നത്? അവനിൽ മാത്രം നേർച്ചകൾ അർപ്പിക്കണമെന്നാണോ പറയുന്നത്? അവനെ മാത്രമേ വിളിച്ചു തേടാവൂ എന്നാണോ മുഹമ്മദേ നീ പറയുന്നത്? അതുകൊണ്ട് ഇനിയുള്ള മുഴുവൻ ദിവസങ്ങളിലും നിനക്കിൽ പ്രയാസമായിരിക്കും മുഹമ്മദേ, നീ അത് കരുതി വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹൽ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു വചനമിറക്കുകയാണ്. അവിടെയാണ് ആയത്തിറങ്ങുന്നത്. മുഹമ്മദേ നിനക്ക് നാശമെന്ന് അബൂജഹൽ വിളിച്ചു പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു സമാധാനത്തിന്റെ വചനം ഇറക്കി കൊടുക്കുകയാണ്. മുഹമ്മദേ നീയല്ല നശിച്ചത്, അബൂലഹബാണ് നശിച്ചത്. അവന്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ഹബീബിന്റെ സന്ദേശം, അള്ളാഹുവിന്റെ കലാം അത് അള്ളാഹുവിന്റെ ഹബീബിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തേ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബിനെ അതുവരെ അൽ-അമീൻ എന്ന് വിശേഷിപ്പിച്ചവർ എന്തേ റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സന്ദർഭത്തിൽ എന്തേ വിമർശിച്ചത്? എന്തേ റസൂലുള്ളാഹി പുത്തൻവാദി എന്ന് പറഞ്ഞത്? എന്തേ റസൂലുള്ളാഹി നമ്മുടെ മതത്തെ കളിയാക്കുന്നവനാണെന്ന് പറഞ്ഞത്? മുഹമ്മദ് നമ്മുടെ ആരാധ്യന്മാരെ മുഴുവനും കളിയാക്കിയവനാണ്, നമ്മുടെ ഔലിയാക്കളെ മുഴുവനും ഇല്ലായ്മ ചെയ്തവനാണ്, അവൻ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞവനാണ് എന്ന് പറഞ്ഞത് എന്തേ പ്രിയമുള്ളവരെ? അതിന്റെ അർത്ഥം ലോകത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏത് സന്ദർഭത്തിൽ പറഞ്ഞാലും ഏത് സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞാലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു സംഘം ഉണ്ടാകും. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനത്തിൽ ഒരു സംഘം വളർന്നു വരും. ഇൻഷാ അല്ലാഹ് നമ്മുടെ സംസാരം ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നമസ്കാരത്തിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി തുടരാം. അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.